കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, സെക്കൻഡ് ചാനൽ ഡെയിലി സ്റ്റോറി എന്ന പേരില്. അപ്പൊ ആ ചാനലിനകത്തായിരിക്കും ഇനി മുതൽ ഇഷിതയുടെയും മഹേഷിന്റെ അബിയുടെയും ജാനകിയുടെയും വേദയുടെ വിക്രത്തിന്റെ ഒക്കെ പ്രമോ വിശേഷങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ ആ വിശേഷങ്ങൾ കാണുന്നവർ ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ. അതോടൊപ്പം തന്നെ മെസ്സേജിൽ ഞാൻ കമന്റ് ആയിട്ട് ഇട്ടേക്കാവേ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരിയു രാവിലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനോഹർ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് സരിയു റെഡിയായിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ മനുവേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞാലോ, കുഞ്ഞിന് ഇന്ന് ചോറ് കൊടുത്തതിന് ശേഷം നമുക്ക് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുത്താലോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും മനോഹർ ഞൊട്ടി. ഇവിടെ എന്തൊക്കെയാ പറയണേ? കുഞ്ഞിന് ചോറ് കൊടുത്തു കഴിഞ്ഞ് ഗുരുവായൂർക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നാനാ ദേശത്തു നിന്ന് ആൾക്കാർ വരുന്ന, ഇനിയിപ്പൊ തന്റെ ഭാര്യമാരിൽ ആരെങ്കിലും വീട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യമാരോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരം പൊളിയും. ഇവളിത് എന്ത് ഭാവിച്ച? പെട്ടെന്ന് മനോഹർ ഇങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു, മോളു നീ ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ? ഗുരുവായൂർ കൊണ്ട് ചോറ് കൊടുക്കാന്ന് പറഞ്ഞാൽ 2-3 ദിവസമൊക്കെ അവിടെ തങ്ങേണ്ട വരും. കാരണം എപ്പോഴാ സമയം കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ എന്റെ കാര്യങ്ങളൊക്കെ, എന്റെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ലീവ് എടുക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്റെ കാര്യം കൂടെ മോളും ഒന്ന് നോക്കണ്ടേ നിൽക്കും. അയ്യോ മനുവേട്ടാ, സോറി കേട്ടോ, ഞാൻ ആ കാര്യമൊന്നും ഓർത്തില്ല, എന്നോട് ക്ഷമിക്കുക, ഞാൻ പെട്ടെന്നുള്ള അതി പറഞ്ഞ. അല്ലെങ്കിൽ മോളും ഈ 3-4 എടുത്ത് കൊണ്ടേ ചോറ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിന് ഒരിടത്ത് ചോറ് കൊടുത്താൽ മതി, അതാ നല്ലതെന്ന് പറയാം. പക്ഷെ തന്റെ കള്ളത്തരം പിടികൂടും, അല്ലെങ്കിൽ അതുകൊണ്ടാന്നുള്ള കാര്യം മനോഹറിന് വിളിച്ചത് പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് സരി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഓ ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല എന്ന് പറയണം. മോളു, നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം ഒരു കാര്യം ചെയ്യുമ്പം, അല്ലാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തുകൂടെന്ന് പറയണം. പിന്നീട് സരു ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. ഇന്ന് മനുവേട്ടനെ മടിയിലിരുത്തി കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴേ കുറെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കണം, എല്ലാം സ്റ്റാറ്റസ് ആയിട്ട് ഇടണം. അപ്പുറത്തെ അവൾമാരൊക്കെ എന്തുണ്ടെങ്കിലും അപ്പൊ തന്നെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്ന, ഇന്ന് നമ്മൾ സ്റ്റാറ്റസ് ഇടുമെന്ന് പറയണം. എന്റെ അറിയാവുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്യും. അതൊക്കെ കണ്ടിട്ട് അപ്പുറത്തുള്ളവരങ്ങോട്ട് അവർക്ക് അങ്ങോട്ട് അസൂയ മൂക്കട്ടെ എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, മോളു ഒരു കാര്യമുണ്ട്, ഇനി അങ്ങനെ ആ സമയത്തെങ്ങാനും ഈ പറയുന്ന നിന്റെ അമ്മ എങ്ങാനും അങ്ങോട്ടേക്ക് വരുമോന്ന് ചോദിക്കണം. എന്റെ അമ്മയോ? അതാരാ? അല്ല താരാന്റെ അവരോ? അവരെന്റെ അമ്മയോ? ദേ മനുവേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരെന്റെ അമ്മയാന്ന് മനുവേട്ടൻ പറയണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിലും സത്യം അതല്ലേ സരിയെന്ന് ചോദിക്കാം. ഓ മനുവേട്ടനോട് ഞാനത് പറയാൻ പോയത് തെറ്റായിപ്പോ എന്ന് പറയാം. ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമിരിക്കുന്നേ? പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കാണായിരുന്നു പറയണം. എന്നാലും മനുവേട്ട, അവരെങ്ങോട്ട് വരുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാം. മോള്, അവളങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ തടയാണ്ട് നിനക്ക് പറ്റുമോ? അവരങ്ങോട്ട് വന്നിട്ട് നീ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ എല്ലാവരുടെയും കേളക്ക് വിളിച്ചു പറയും, ഞാൻ നിന്റെ അമ്മ അല്ല, അവര് നിന്റെ അമ്മയാന്നുള്ള കാര്യം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിന്റെ നാണക്കേട്, അതിൽ ഒരു നാണക്കേട് വരാനുണ്ടോ? അത് വെച്ച് നോക്കുമ്പോൾ അവരെന്തേലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടെ സാധിച്ചു കൊടുത്താൽ മതി. കുഞ്ഞിനെ എടുക്കാനോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് വിട്ടുകൊടുത്താൽ മതി. അല്ലാതെ നീ അവിടെ കിടന്ന് എതിരിടാൻ നിൽക്കരുത്. അങ്ങനെ എതിരിടാൻ നിട്ടാൽ നിനക്ക് തന്നെയാ നാണക്കേട്. ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ സരുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രാഹുൽ ഒരുങ്ങിയിരിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ശാരി വരുവാണ്. ശാരി വന്നിട്ട് പറഞ്ഞു, ഓഹ് എന്തിനുള്ള പുറപ്പാടാണോ അത്? എന്തൊക്കെ കോലം കെട്ടാ കാണിച്ചുകൊണ്ടിരിക്കണേ? ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, അപ്പൊ എന്റെ അവസ്ഥയോ? പിന്നെ ഇനി ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും അറിയത്തില്ല. മോളിനി സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം എന്തൊക്കെ സംഭവിക്കുന്നു അറിയില്ലോ എന്ന് പറയണം. ഇത് കേട്ടത് രാഹുൽ പറഞ്ഞു, ഇനിയിപ്പോ നമുക്ക് മോളോട് പറയാനും പറ്റില്ലോ. അവൾ ഈ ചതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനോഹറിന്റെ ചതി അറിഞ്ഞാൽ പിന്നെ മോളോട് പറയാൻ പറ്റില്ല. പക്ഷെ ചതി അറിയുന്ന നിമിഷം അവള് മിക്കവാറും നമ്മളെ രണ്ടുപേരെയും കൊല്ലും, അവളും ചാകത്തുള്ളൂ എന്ന് പറയണം. പിന്നീട് ശാരി പറഞ്ഞു, എന്നാലും മോൾ ഈ കാര്യങ്ങളൊക്കെ അറിയത്തില്ലേന്ന് ചോദിക്കണം. മോളെ കാര്യങ്ങൾ അറിയും, പക്ഷെ അതിനു മുമ്പ് ആ മനോഹരനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടിക്കണമെന്ന് പറയണം. എങ്കിൽ മാത്രം നമ്മുടെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മോള് ഭ്രാന്തിയായിട്ട് ഇവിടെ നലിഞ്ഞിരിഞ്ഞ് നടക്കുന്ന നമ്മൾ അവസാനം കാഴ്ച കണ്ടായിട്ട് വരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ആ മനോഹർ എന്ന് പറയുന്നവൻ അവനൊരു ദുഷ്ടനാ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവനെപ്പോന്റെ ഒരുത്തൻ്റെ ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് നമ്മൾ ഒരുങ്ങി കെട്ടി പോവാന്ന് വെച്ചാൽ ഇതിൽ ഒരു നാണക്കേട് വേറെ ഇല്ലാന്ന് പറയണം. പറഞ്ഞിട്ട് കാര്യമില്ല ശരി, അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ, മോൾക്ക് വേണ്ടിയിട്ട് അഭിനയിച്ചേ മതിയാവുള്ളൂ എന്ന് പറയണം. പിന്നീട് അവര് മനോഹറും സരിയും വരാനായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് താരയുടെ കണ്ണൊക്കെ എഴുതി കൊടുത്തോണ്ടിരിക്കുക കല്യാണി. അങ്ങനെ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ സുന്ദരി ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ദീപേ ജോലിക്കാരി ചേച്ചിയും കൂടെ അങ്ങോട്ട് വരുവാ. അല്ല ഇതുവരെയായിട്ട് ഒരുക്കൊന്നും കഴിഞ്ഞില്ലെന്ന് നിൽക്കും. ഇതേ ഒരുങ്ങി കഴിഞ്ഞ് ഞാൻ താരാൻറ്റിയുടെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുമായിരുന്നു. താരാൻറ്റിയുടെ കണ്ണൻ ഇപ്പൊ എന്ത് സുന്ദരിയാണെന്നറിയാവോ?
ഇത് കേട്ടപ്പം ദീ പറഞ്ഞു അത് ശരിയാ, ഇന്ന് നന്നായിട്ട് ഒരുങ്ങി വേണം പോവാനായിട്ട്. ഇന്ന് താരയുടെ മടിയിലിരുത്തിയല്ലേ കുഞ്ഞിന് ചോറ് കൊടുക്കണ്ടേന്ന് ചോദിക്കാം. പെട്ടെന്ന് താര പറഞ്ഞു ഏ വേണ്ട, എന്റെ മടിയിലിരുത്തി വേണ്ടാന്ന് പറയാം. കല്യാണം പറഞ്ഞ എന്താ വേണ്ടാത്തെ? താരാന്റിയുടെ കൊച്ചുമോളുടെ ചോറ് കൊടുക്കുക, അപ്പൊ ആന്റി വേണം സുന്ദരിയായിട്ട് പോയി ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, താരാന്റിയുടെ മടിയിരുത്തി വേണം കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട്. അങ്ങനെ വേണം പ്രതികാരം ചെയ്യാനെന്ന്. കിരണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പ്രതികാരം ആ സരുവിനോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം അത്. ഈ അവസരം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം ആന്റി എന്ന് പറയണം. പിന്നീട് ദീ പറഞ്ഞു താര എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവറ്റകളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതിനു മുമ്പ് താരനെ കുറെ തവണ കൊല്ലാൻ ശ്രമിച്ചല്ലേ, അപ്പൊ താര തിരിച്ചൊരു പണിയും കൂടെ കൊടുക്കുക. അവൾ എന്താ ചെയ്യുന്ന നോക്കാം. അവൾക്ക് പേടി കാണുമായിരിക്കും. ഒരു പക്ഷെ താര ഇനി എന്തേലും വിളിച്ചു പറഞ്ഞാലോ എന്ന്. ഇനിയിപ്പോ കുഞ്ഞിനെ എടുത്ത് മടി വെച്ചാൽ പോലും അവൾ ആ സദസ്സിൽ വെച്ചൊന്നും പറയാൻ പോകുന്നില്ല. അവൾക്ക് ഒരു പേടിയുള്ളതുകൊണ്ട് മാത്രം. അതുകൊണ്ട് കിട്ടുന്ന അവസരം മാക്സിമം നമ്മൾ വിനിയോഗിക്കണം. അല്ലാതെ മാറിയിരുന്നിട്ട് കാര്യമില്ല. പേടിയെന്നും പറഞ്ഞ് മാറിയിരുന്ന എന്നും അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. നമ്മൾ കുറച്ച് ബോൾഡായിട്ട് മുന്നോട്ട് പോകണം. താര കുറച്ചുകൂടെ ഒന്ന് ബോൾഡ് ആവണം എന്നൊക്കെ പറയണം. കല്യാണി പറഞ്ഞു അത് ശരിയാന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ താരാനി മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം രാഹുലും ശാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരി പറഞ്ഞു എന്നാലും ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഓർത്തിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയണ. എവിടെ ചെന്ന് അവസാനിക്കാനായിട്ട്? ഒന്നെങ്കിൽ അവന്റെ അന്ത്യം ഞാൻ നിർവഹിക്കും, അതിനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. അവൻ പോയില്ലെങ്കിൽ മിക്കവാറും അവനെ കൊന്നിട്ടാണെങ്കിലും എന്റെ മോളെ ഞാൻ രക്ഷിക്കുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാരി പറഞ്ഞു ഓ അങ്ങനെയുള്ള ബുദ്ധിയും ബോധമൊക്കെ നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങൾ ചെയ്യത്തില്ലോ എന്ന് പറയണ. നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ? നാളെ ഒരു നല്ല കാര്യം നടക്കാൻ പോവെന്ന് പറയണ. നല്ല കാര്യമോ? നിങ്ങളെന്താ തൂങ്ങിച്ചാൻ പോവാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ നല്ല കാര്യമായിരിക്കും. ഞാനും എന്റെ മകളും രക്ഷപ്പെട്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ രാഹുലിന് ശാരി നീ ഇങ്ങനെ ശവത്തെ കുത്തല്ലെന്ന് പറയണ. പിന്നെ ശവത്തേലല്ലേ ഞാൻ കുത്തിക്കൊണ്ടിരിക്കുന്നേ. നിങ്ങളെ പോലുള്ള ഒരുത്തന് എന്റെ ഭർത്താവായിട്ട് വന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടകാലം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സരയും മനോഹറും കൂടെ ഇറങ്ങി വരുവാണ് കുഞ്ഞിനെ ഒരുക്കൊണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സരയുവിനെ നോക്കിയിട്ട് ശാരി ഇന്ന് ദീർഘനിശ്വാസം വിടുകയാണ്. പെട്ടെന്ന് സരയു ചോദിച്ചു എന്താമ്മേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഓയ് ഒന്നുമില്ല മോളെ എന്ന് പറയണം. ഇത് കേട്ട് രാഹുൽ പറഞ്ഞു അല്ല നിന്റെ ആന്റി വരുമോ മോളെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല, അവര് വരുമെന്ന് അച്ഛനല്ലേ അറിയത്തുള്ളൂ, എനിക്ക് എങ്ങനെ അറിയാവുന്നേ? പണ്ടത്തെ സ്വഭാവമൊന്നും അല്ല അവരുടെ. അവർക്ക് നല്ല മാറ്റമുണ്ട്. അവരാ കിരണിന്റെ കല്യാണം ഒപ്പമാന്ന് പറയണം. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു നീ എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ അത് മാത്രം പറയരുത്. ദേ എന്റെ പെങ്ങൾ അങ്ങനെ അത്രക്കാരിയൊന്നുമല്ല, എന്റെ പെങ്ങളെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു പിന്നെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ. ഞങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ഏതായാലും അറിയത്തില്ലെന്ന് പറയാ. ഇനിയിപ്പോ ഇവിടെ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല, പാ പോകാന്നും പറഞ്ഞോണ്ട് മനോഹർ എല്ലാരെയും കൂട്ടിപ്പിടിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ മുറ്റത്ത് കാറെ കയറാനായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് അപ്പുറത്ത് കിരണും കല്യാണിയും ഒക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ കണ്ടോ സാരയെ പറഞ്ഞു ദേ അവറ്റകൾ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്, ക്ഷേത്രത്തിലേക്ക് വരാനാന്ന് തോന്നിയെന്ന് പറയാം. മനോഹർ പറഞ്ഞു മോളു അവര് ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് നമുക്ക് തടയാനായിട്ട് പറ്റില്ല. അവർ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നതായിരിക്കും, അതിന് നമ്മൾ എന്തിനാ അവരെ തടയണമെന്ന് ചോദിക്കും. എനിക്കറിയാം എന്റെ കുഞ്ഞിന്റെ ചോറ് കൊടുക്കൽ നടങ്ങ് അങ്ങനെ മുടക്കാൻ വരുന്നതാണെങ്കിൽ ഒക്കത്തിന് ഞാൻ വെറുതെ വിടത്തില്ല. പിന്നെ വരുന്ന നല്ല കാര്യമാണ്, എന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ചടങ്ങുന്ന അവരിന്ന് കാണട്ടെ, കണ്ടു പോകുന്നത് നല്ലതാണെന്നൊക്കെ പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് കാറി കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും താര അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് കല്യാണിയുടെ കിരൺ പറഞ്ഞു എന്നാലും എത്ര കിട്ടിയാലും ഈ സരയെന്ന് പറയുന്നുള്ളൂ മാറത്തില്ലോ, അവൾക്ക് എത്ര അടി കിട്ടൂ, ഒരു നാണക്കേടും ഇല്ലല്ലോ അവൾക്ക്. ഒരു നാണം ഇല്ലാതെ വീണ്ടും വീണ്ടും അവള് തല്ലി മേടിച്ചു കൂട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമല്ലേ നിൽക്കുക. അത് ശരിയാ, ഇത് നമ്മളും കൂടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഏറ്റവും വലിയ അടി അവർക്കിട്ട് കിട്ടാൻ പോകുന്നത്. അങ്ങനെ അങ്ങ് സൂചിച്ച് കഴിയണ്ട, കൊടുക്കുന്നുണ്ട് പണി ഞാൻ എന്ന് കല്യാണിയും കൂടെ പറയാണ്. പിന്നീട് സരയും ശാരിയൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. സരുവിന്റെ പ്രാർത്ഥന എന്റെ ഭഗവാനെ. ആ അപ്പുറത്തെ കിരണും കല്യാണി ആ താരയെന്ന് പറയുന്ന സ്ത്രീയെ കൂട്ടുപിടിച്ച് തന്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അവർക്കിട്ട് നല്ല പണി കൊടുക്കണേ, അവര് മുടിഞ്ഞു പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ നേർച്ച നേരുവാണ്. ആ സമയം രാഹുലിന്റെ മനസ്സിലെ വിചാരം എന്റെ ഭഗവാനെ നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. നാളെ ആ ചന്ദ്രസേനെ ഇല്ലാതാക്കാൻ പറ്റണം. ചന്ദ്രസേന ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അത്രയും നല്ലതാ. അങ്ങനെ തന്റെ ഇത്രയും കാലത്തെ കഷ്ടകാലമൊക്കെ മാറിക്കിട്ടും എന്നായിരുന്നു രാഹുലിന്റെ പ്രാർത്ഥന. അങ്ങനെ രണ്ടുപേരും ശത്രുക്കള് ചാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛനും മോളും കൂടെ. അങ്ങനെ അതിനെല്ലാം ശേഷം അവരവിടെ നിൽക്കുന്ന സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വന്നിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയണം. പെട്ടെന്ന് രാഹുൽ ചോദിച്ചു എന്താടാ, ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ രാഹുലിനെ മനോഹർ വിളിച്ചോണ്ട് പോകുമ്പോഴത്തേനും ശാരി സരയോനോട് ചോദിച്ചു അല്ല എന്തിനാ മരുമോന് അച്ഛനെ വിളിച്ചോണ്ട് പോയി നിൽക്കുക? ആ എന്തേലും കാര്യം ഉണ്ടായിരിക്കും, എന്നാലും എന്തിനായിരിക്കും? അമ്മയ്ക്ക് എന്താ പേടി?
അല്ല പേടിയൊന്നുമില്ല മോളെ, എന്നാലും എന്നാ പിന്നെ അവിടെ അടങ്ങി നിൽക്കുക എന്നൊക്കെ സരിയു ശാരിയോട് പറയാണ്. ഈ സമയം മനോഹർ രാഹുലിനോട് പറഞ്ഞു, അറിയാലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന്? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോടാ? നിന്റെ കുഞ്ഞിന്റെ ചോറ് കൊടുക്കല്ലേ എന്ന് ചോദിക്കും. അതെ, എന്റെ കുഞ്ഞിന്റെ ചോറ് കൊടുക്ക ചടങ്ങാ നടക്കാൻ പോണേ. എടാ, നിന്നെ പോലെ ഒരു ദുഷ്ടന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും മനോഹർ പറഞ്ഞു, അതെ നിങ്ങളുടെ അത്ര ദുഷ്ടനൊന്നും അല്ല ഞാൻ. എന്താണേലും നിങ്ങൾ എന്താ ചെയ്തേ? പാവം മിണ്ടാൻ വയ്യാത്തൊരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് നിങ്ങള് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തില്ലേ എന്ന് ചോദിക്കണം. എന്നിട്ട് ചെയ്ത അതിക്രമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, നിന്റെ അത്ര പിള്ളേരായ്മ ഞാൻ ചെയ്തിട്ടില്ല. നിനക്ക് എവിടെയൊക്കെ ഭാര്യമാരുണ്ടെന്ന് പോലും അറിയത്തില്ലോടാ. അതെ, ഞാൻ ഇച്ചിരി അന്തസ്സുള്ള കൂട്ടത്തില, നിങ്ങളെ പോലെ ഒന്നും അല്ല. മിണ്ടാൻ വയ്യാത്തവരൊന്നും പറഞ്ഞു വഞ്ചിച്ച് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യത്തില്ല. ഞാൻ നല്ല അന്തസ്സായിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ? നിങ്ങളൊരുമാതിരി ഈ പാമ്പിനും തന്നെയുണ്ട് പലതരത്തിലുള്ള ഇന, അറിയാലോ. ഈ അണലിയും മൂർഖനും രാജവമ്പാലും ഒക്കെ ഉണ്ട്. പക്ഷേങ്കില് അതിനകത്ത് ഈ മൂർഖൻ എന്ന് പറഞ്ഞാൽ അവൻ ഇച്ചിരി ഡീസന്റ് ആള്. അവനിങ്ങനത്തെ പത്തി വിടത്തേക്ക് നാടിയൊക്കെ കാണിച്ച് എല്ലാം അതിന് ശേഷം അവനെ ഉപദ്രവിച്ചാൽ മാത്രമേ അവൻ തിരിച്ച് അങ്ങനെ ആക്രമിക്കുള്ളൂ. പക്ഷെ വേറെ ചില ഏറ്റങ്ങളുണ്ട്, ഒന്നും ചെയ്യാതെ പറഞ്ഞു പറ്റിച്ച് ചാടിക്കേറി ആക്രമിക്കുന്നേ. ആ ഒരു ടൈപ്പാ നിങ്ങളെന്ന് പറയണം. നിനക്ക് നാണമുണ്ടോ ആ വയ്യാത്ത സ്ത്രീയെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച്? അതും പിന്നീട് അവരുടെ കുഞ്ഞിനെയും തട്ടിയെടുത്ത് എന്തൊക്കെ നാടകങ്ങളാണ് നിങ്ങൾ കാണിച്ചേ? എന്തായാലും നിങ്ങൾ അത്ര വലിയ ക്രിമിനലൊന്നും അല്ല ഞാനെന്ന് പറയണം. പിന്നെ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ച് എന്തിനാണെന്നറിയോ? ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. ഇന്ന് മിക്കവാറും താരയെന്ന് പറയുന്ന സ്ത്രീ ഇങ്ങോട്ട് വരുമായിരിക്കും. അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ അവരുടെ മടിയിലിരുത്തി വേണം ചോറ് കൊടുക്കാൻ എന്ന് പറയണേ. നീ എന്താടാ പറഞ്ഞേ? അവരുടെ മടിയിലെത്തി ചോറ് കൊടുക്കാനിട്ടാ? അതെ, എന്താ? അവളല്ലേ സരുവിന്റെ അമ്മ. അപ്പം മുത്തശ്ശിയുടെ മടിയിലിരുന്ന് ചോറുണ്ടെന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പം കുഞ്ഞിന് സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കിരൺ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഇതെങ്ങാനും സംഭവിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കിരണും കല്യാണി ഇങ്ങോട്ടേക്ക് വരും. ക്ഷേത്രത്തിൽ വെച്ച് പല കാര്യങ്ങളും വിളിച്ചു പറയും. അതോടെ നിങ്ങളുടെ മോളുടെ കാര്യം കട്ടപ്പുക. ഞാനൊന്നും മിണ്ടത്തും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ രാഹുൽ ഞെട്ടി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.